ഈ കാക്കിയൊക്കെ ഊരിക്കളഞ്ഞ് നല്ല അടിയടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷേ അത് ചെയ്യണ്ട എന്ന് കരുതിയത് അത് ഞങ്ങൾ നീതിബോധമുള്ളത് കൊണ്ടാണ്, തെമ്മാടികളായതുകൊണ്ടല്ല, നീതിബോധമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നികുതിപ്പണം വാങ്ങുന്ന, ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാർ നീതി നിർവഹിക്കണം. ആ ഓഫീസിൽ വന്ന് അക്രമം നടത്തിയ ഏതെങ്കിലും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത, പോലീസിന്റെ മുമ്പിലല്ലേ ഈ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ നടന്നത്? ഒരാളെ അറസ്റ്റ് ചെയ്ത. കഴിഞ്ഞ കുറേ നാളുകളായി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ആ സമയം മുതൽ പറവൂരിലെ CPM-ഉം ജില്ലയിലെ CPM-ഉം നടത്തുന്ന ദുരാരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളും, അതുകൊണ്ട് 100, 50, 100 ഈ തെമ്മാടികളെ കള്ളും കഞ്ചാവും കൊടുത്ത ആ ഓഫീസിന് മുമ്പിൽ കൊണ്ടുവന്ന് എന്തും കാണിക്കാമെന്നാണ് CPM കരുതുന്നതെങ്കിൽ, പറവൂരിലെ മാത്രമല്ല എറണാകുളത്തെ ഒരു CPM നേതാവിന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അതിശക്തമായ പ്രതിരോധം സൃഷ്ടിക്കാൻ എറണാകുളത്തെ കോൺഗ്രസിന് കഴിയും. അതിലേക്ക് ഞങ്ങളെ വലിച്ചിഴക്കരുത്. ഇതിൽ നിയമ നടപടി സ്വീകരിക്കണം. ഇന്ന് 2 മണിക്കൂർ കൊണ്ട് 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ്സുകാരുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും വികാരം മനസ്സിലെടുത്ത് ആ കുറ്റകൃത്യം ചെയ്ത ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ, പ്രതിപക്ഷ നേതാവിൻ്റെ വീടും ഓഫീസിലെ സ്റ്റാഫിനെയും ആക്രമിച്ചവരെ പോലീസ് പിടികൂടാൻ തയ്യാറാകണം. അതിനകത്താണ് നിങ്ങളുടെ മിടുക്ക് കാണിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന ഈ സ്ത്രീകളോടോ ഇവിടെ വന്ന ഈ കോൺഗ്രസ് പ്രവർത്തകരോടോ അല്ല നിങ്ങൾ മൽപ്പിടുത്തം കാണിക്കേണ്ടത്. അങ്ങനെ കാണിക്കാൻ നിന്നാൽ ഈ ഗേറ്റല്ല, ഇതിനപ്പുറവുമുള്ള ഗേറ്റും കടന്ന് പോകാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ ബാരിക്കേഡ് കടന്ന് ഇവിടം വരെ വന്നത്. ഈ ഓഫീസിൻ്റെ മുൻവശത്ത് വന്നു നിന്ന് സംസാരിക്കണമെന്നുള്ളത് കൊണ്ടാണ്. ഇത് നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് കേരളത്തിൽ എല്ലാവരും കാണണം. മുകളിലിരിക്കുന്ന കുറേ സ്റ്റാറുള്ളവന്മാരുണ്ടല്ലോ, അവരും കൂടി ഒന്ന് കാണട്ടെ. ഈ തെമ്മാടിത്തരമാണ് ഇവിടെ നടക്കുന്നതെന്ന് ജനമൊന്ന് അറിയട്ടെ. കേരളത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെതിരായി CPM ഉന്നയിച്ച, CPM സൈബർ ഹാൻഡിൽ ഉന്നയിച്ച ദുരാരോപണങ്ങൾ, ആ ദുരാരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട ഈ ദുരാരോപണങ്ങൾ ആരോപിക്കപ്പെട്ടതിൽ അതിലേതെങ്കിലും ഒരു അംശം അതിനകത്ത് സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നടപടിയെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും കേരളത്തിലെ നേതാക്കന്മാർക്കും കഴിയും. പക്ഷേ ആ നേതാവ് തന്നെ സ്വന്തം ഈ CPM സൈബർ ഹാൻഡിലുകളും കേരളത്തിലെ CPM-ഉം ആസൂത്രിതമായി നടപ്പിലാക്കിയ ഈ ദുരാരോപണങ്ങളുടെ മറവിൽ പാർട്ടിക്കോ പാർട്ടി പ്രവർത്തകർക്കോ ഒരു ആക്ഷേപം കേൾപ്പിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, പാർട്ടി സ്ഥാനം അദ്ദേഹം ഇന്ന് ഒഴിയുകയുണ്ടായി. അതിൻ്റെ പേരിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവിനെതിരായി ഈ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും മുകേഷ് MLA-ക്കും ഗണേഷ് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ P. ശശിക്കും അവരുടെ വീട്ടിലെ ഓഫീസിൽ ഇരിക്കാൻ സാധിക്കൂ? അതെന്താണ്? ഒരു കാര്യത്തിൽ തന്നെ 2 നിയമം. ഇവരാരെങ്കിലും ആ സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ, ആരോപണം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനമൊടിഞ്ഞ് ഞാൻ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ആരോപണങ്ങൾ മുഴുവൻ ഉന്നയിച്ച് തെളിവ് സഹിതം പരാതി കൊടുത്ത് കേസ് കൊടുത്തിട്ടും സ്വപ്ന സുരേഷിൻ്റെ പരാതിയിൽ മൂന്നാറിലേക്ക് ടൂറിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച, കടകംപള്ളി സുരേന്ദ്രനെ പെൺകുട്ടികളുള്ള വീടുകളിൽ, അമ്മമാരുള്ള വീടുകളിൽ കയറ്റാൻ കൊള്ളില്ല എന്നൊരു സ്ത്രീ പറഞ്ഞപ്പോൾ എന്തെങ്കിലും നടപടി പാർട്ടി സ്വീകരിച്ച, ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണനെതിരായി ഗുരുതരമായ ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ച, മുകേഷ് MLA-ക്കെതിരായി ബലാത്സംഗത്തിന് പരാതി കൊടുത്ത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നടപടി ഈ പാർട്ടി സ്വീകരിച്ച, ഗണേഷ് കുമാറിനെ ഇപ്പോഴും മന്ത്രിയായി വാഴിച്ചുകൊണ്ട് നടക്കുകയല്ലേ മുഖ്യമന്ത്രി വലത്തും ഇടത്തുമായി? അപ്പോൾ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ മാന്യന്മാർ,
CPM സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ആരോപണം ഉന്നയിച്ചാൽ അവർ വലിയ കുഴപ്പക്കാർ, തെറ്റുകാർ എന്നുള്ള രീതിയിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ പൊതുബോധം അതല്ല എന്ന് കേരളത്തിലെ CPM-ഉം അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷവും പിണറായി വിജയനും കരുതിക്കോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകനെതിരായി, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾക്കെതിരായി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കെതിരായി എത്ര അഴിമതി ആരോപണം, എത്ര ഗുരുതരമായ ആരോപണം ഇതെല്ലാം ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ ഇവർക്ക് സാധിച്ചോ?